5 വർഷത്തിനുള്ളിൽ കേരളത്തിലെ മുന്നണി സമവാക്യങ്ങൾ മാറും. കേരളത്തിലെ പ്രബല ക്രിസ്ത്യൻ പിന്തുണയുള്ള പാർട്ടികൾ അതിൽ ചിലതെങ്കിലും BJPയുടെ കൂടെ കാണും. വർഗീയ കലാപങ്ങൾ ഇന്ത്യയിൽ നടന്നിട്ടുള്ളത് കൂടുതലും കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടത്തിലുണ്ടായിട്ടുണ്ട്. ഹിന്ദു സമൂഹത്തിലേക്കും BJP ആദരത്തിൽ കടന്നു വന്നിട്ടില്ല. കേരളത്തിലെ BJPയുടെ വോട്ട് ഷെയർ എന്ന് പറഞ്ഞാൽ 20% വോട്ടുണ്ട്. BJPയുടെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഘടകകക്ഷികളില്ല. ഇന്ത്യയിൽ തന്നെ അവസാനത്തെ CPMന്റെ മുഖ്യമന്ത്രിയായിരിക്കും പിണറായി വിജയൻ. BJP ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ എൻ്റെ കണക്കൂട്ടലിൽ ഏതാണ്ടൊരു 10-16 സീറ്റുകളിൽ വളരെ ശക്തമായിട്ട് BJPയുടെ വോട്ട് ഷെയർ ഉണ്ടാവും. പക്ഷേ ന്യൂനപക്ഷങ്ങൾ BJPയിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള കാരണം അത് മാത്രമാണോ? നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഗോത്ര ഉൾപ്പെടെയുള്ള കലാപങ്ങളുടെ ഒരു ബാക്കിപത്രം മനസ്സിൽ കിടക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ബീഫിൻ്റെ പേരിൽ നടക്കുന്ന ആൾക്കൂട്ട ആക്രമണങ്ങൾ എല്ലാ ദിവസവും പത്രത്തിലും TV-യിലും കാണുന്നത് കൊണ്ടോ അതുമല്ലെങ്കിൽ ഒരുപക്ഷെ ക്രിസ്ത്യൻ പ്രീസ്റ്റുമാർക്ക് നേരെ നൺസിന് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ എല്ലാ ദിവസവും ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് കൊണ്ട് സ്വാഭാവികമായും മൈനോറിറ്റീസിന് ന്യൂനപക്ഷങ്ങൾക്ക് BJP ലീഡർഷിപ്പിൽ ഒരു ട്രസ്റ്റ് ഡെഫിസിറ്റ് ഇല്ലേ? ഇന്ത്യയിലെ കേരളം ഒഴിച്ചുള്ള ഒരു സംസ്ഥാനത്തും അതില്ല. കാരണം ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ BJPക്കെതിരാണെന്ന് ഞാൻ പറയാൻ കാരണം ഞാനതിൻ്റെ കണക്കുകൾ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. ബീഹാർ, UP, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം സമൂഹമുള്ളത് UPയിലും ബീഹാർ, പശ്ചിമ ബംഗാൾ, ആസാം ഈ സംസ്ഥാനങ്ങളിലാണ്. അപ്പം BJPയുടെ ശക്തമായ മുന്നേറ്റം ഇതിൽ ബംഗാളിൽ ഇപ്പോൾ വരാൻ പോകുന്നതേ ഉള്ളൂ. BJP അവിടെ പ്രധാന പ്രതിപക്ഷമായി കഴിഞ്ഞു. അപ്പോൾ ആ മേഖലകളിൽ BJP മുസ്ലിം മേഖല വിശേഷിച്ച് നമ്മൾ ബീഹാറിലെ ലാസ്റ്റ് തെരഞ്ഞെടുപ്പ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. നമ്മൾ സാധാരണ സീമാഞ്ചൽ മേഖല എന്ന് പറയുന്നത് RJD കോൺഗ്രസ്സിന് ആണെന്നെങ്കിൽ ഇന്ന് സീമാഞ്ചൽ മേഖല പകുതിയിലധികം സീറ്റ് BJPക്കാണ് ലഭിച്ചത്. കോൺഗ്രസ് വളരെ പുറകിലേക്ക് പോയി. അവിടെ കോൺഗ്രസും RJDയും പോയി. അതിൽ ഒരു പ്രധാന കാരണം അവിടെ OICയുടെ പാർട്ടിയും കൂടെ വന്ന് മത്സരിക്കുകയുണ്ടായി. ട്രൈബൽ മേഖലയിൽ വളരെ വിദഗ്ധമായി വോട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിഞ്ഞതുകൊണ്ടാണ് BJP. ഡിവൈഡിൻ്റെ അതീതമായിട്ട് പോയിട്ടുണ്ട്. ഞാൻ UPയിലെ നമ്മൾ പല മണ്ഡലങ്ങളിലും നമുക്ക് മനസ്സിലാവും ഉപതെരഞ്ഞെടുപ്പ് പെടുന്ന സമയത്തുണ്ടായി. കാരണം സാധാരണ ആൾക്കാർ ഇപ്പം നമ്മൾ പറഞ്ഞ മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല എല്ലാവരും കാണും. ഇപ്പം കേരളത്തിൽ തന്നെ എങ്ങനെയാണ് PC തോമസ് 2004 അപ്പം ഗോത്ര കലാപം അല്ലെങ്കിൽ ഗുജറാത്ത് കലാപം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ സമയത്താണല്ലോ 2004 തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അങ്ങനെ കേരളത്തിലെ ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖല ക്രിസ്ത്യൻ ഡോമിനൻ്റ് ആയിട്ടുള്ള മൂവാറ്റുപുഴ ലോക്സഭാ മണ്ഡലം, ഇന്നിപ്പോൾ മൂവാറ്റുപുഴ മണ്ഡലമില്ല. ആ മൂവാറ്റുപുഴ മണ്ഡലത്തിൽ നിന്ന് എങ്ങനെയാണ് PC തോമസ് ജയിച്ചത്? അതായത് ഭരണത്തിലേക്ക് BJP വരികയാണെങ്കിൽ കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള പ്രശ്നം ഉണ്ടാവില്ല. നിലവിൽ ഇടത് വലത് മുന്നണികൾ ഉണ്ടാകുന്ന ഒരു നെറേറ്റീവാണ് BJP RSS ന്യൂനപക്ഷങ്ങൾക്കെതിരാണെന്നുള്ളത്. അത് ഇന്ത്യയിലെ 27 സംസ്ഥാനങ്ങളിലും പരാജയപ്പെട്ടു കഴിഞ്ഞു. ഇനി കേരളം മാത്രമാണ് അവശേഷിക്കുന്നത്. ക്രമേണ കേരളത്തിലും അത് മാറും. കാരണം മാത്രമാണോ അല്ല, ഞാൻ ചോദിക്കട്ടെ, ബീഫിൻ്റെ പേരിൽ എത്ര കലാപങ്ങളുണ്ടായിരുന്നു, എത്ര ഇൻസിഡൻറ്റ്? ഞാനിപ്പോൾ നിങ്ങളൊരു പത്രപ്രവർത്തന തലത്തിൽ നമ്മൾ 10 പേരിൽ ഞാൻ കാണിച്ചത് എത്ര ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടോ ബീഫിൻ്റെ പേരിലുള്ള സംഘർഷം? യഥാർത്ഥത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ബീഫിൻ്റെ വിഷയം. മറ്റൊന്ന് ഗുജറാത്ത് കലാപം. ഇന്ത്യയിൽ നടന്ന വർഗീയ കലാപം, ഏറ്റവും കൂടുതൽ വർഗീയ കലാപം നടന്നിട്ടുള്ളത് ഇന്ത്യയിലെ ആദ്യത്തെ വർഗീയ കലാപം, ചരിത്രത്തിലെ ആദ്യത്തെ വർഗീയ കലാപം എന്ന് പറയുന്നത് കേരളത്തിലാണ്. അതായത് നമുക്ക് മലബാർ കലാപമാണ്. അതിൽ അംബേദ്കർ അത് ജനോസൈഡ് എന്നാണ് അതിനെ പറഞ്ഞത്. മലബാർ കലാപത്തിൽ പാകിസ്ഥാൻ ഓർ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ എന്നുള്ള ബുക്കിൽ അദ്ദേഹം പറയുന്നത്. പക്ഷേ പിന്നീട് 1965 മുതൽ 2001 വരെയുള്ള ഗുജറാത്തിൽ തന്നെ കലാപങ്ങളുടെ കണക്കെടുത്ത് നോക്കണം. എല്ലാം കോൺഗ്രസ് ഭരണ സമയത്തുണ്ടായി. വർഗീയ കലാപങ്ങൾ ഇന്ത്യയിൽ നടന്നിട്ടുള്ളത് കൂടുതലും കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടത്തിലുണ്ടായിട്ടുണ്ട്, ജനതാ പാർട്ടി ഭരിച്ച സമയത്തുണ്ടായിരുന്നു. BJP താരതമ്യേന BJP ഭരിക്കുന്നതിന് വർഗീയ കലാപം കുറവാണെന്ന് പറയാം. മാത്രമല്ല ഇന്ത്യയിൽ നടന്ന വർഗീയ കലാപങ്ങളെക്കുറിച്ച് 80കളിൽ വന്നൊരു അക്സർ അലി എഞ്ചിനീയറുടെ ബുക്കുണ്ട്. അതിനകത്ത് പറയുന്നത് അതിൽ തന്നെ ഭൂരിപക്ഷം കലാപം ഉണ്ടായതും മുസ്ലിം സമൂഹത്തിന് ഏതാണ്ട് 40-50% ജനസംഖ്യയുള്ള ജില്ലകളിലാണ് ഈ ഇന്ത്യയിലെ വർഗീയ കലാപം നടന്നിട്ടുള്ളത്. ഹിന്ദു ഭൂരിപക്ഷ മേഖലയിൽ ഒരിടത്ത് പോലും ആ തരത്തിലുള്ള കലാപം ഉണ്ടായിട്ടില്ല. അപ്പം അത് നമ്മൾ കുറച്ചുകൂടി സൂക്ഷ്മമായി പഠിക്കണം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇപ്പം നമ്മൾ ഗുജറാത്ത് കലാപം എന്ന് പറയുന്നത് ഒരു വർഗീയ കലാപമല്ല. അത് ആദ്യം അവിടെ 58 കർസേവകർ കൊല്ലപ്പെടുന്നു, അവരെ ചുട്ടുകൊല്ലുന്നൊരു സാഹചര്യം വരുന്നു. അതിനെ തുടർന്നുണ്ടാകുന്ന സംഘർഷം, അത് ഗുജറാത്തിലെ വർഗീയ കലാപങ്ങളുടെ ചരിത്രം പഠിക്കുന്ന ഒരാളിന് അതൊരു പുതിയ കാര്യമല്ല. അപ്പം അതൊരു നിർഭാഗ്യകരമായ സംഭവമാണെങ്കിൽ പോലും കേരളത്തിൽ ഒരുപാട് മാർക്കറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അത് നല്ലവണ്ണം മാർക്കറ്റ് ചെയ്യപ്പെട്ടു. അതിൽ കേരളത്തിൽ നല്ലവണ്ണം വിജയം. ഉദാഹരണത്തിന് അതിലത്തൊരു ഗർഭിണിയുടെ വയറ് കീറി ഒരു കുട്ടി അതിൻ്റെ ശൂലത്തിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ സുപ്രീം കോടതി നിയോഗിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമുണ്ട്, SIT, അന്ന് CBIയുടെ ഡയറക്ടർ രാഘവനായിരുന്നു. അവർ ഇങ്ങനൊരു സംഭവം നടന്നതായിട്ടോ
ഇന്ന് നമുക്ക് അങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ആ കുട്ടികളുടെ റിലേറ്റീവ്സോ കൊല്ലപ്പെട്ട ലേഡിയുടെ ഹസ്ബൻഡോ ഇപ്പോൾ ഉണ്ടാവില്ല. നമുക്ക് ഈ സോഷ്യൽ മീഡിയ യുഗത്തിൽ ആർക്കെങ്കിലും കൊണ്ടുവരാം. പക്ഷേ ഇല്ലാത്തൊരു കഥയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നത്. മലബാർ കലാപത്തിൽ ഇതുണ്ടായിട്ട് മാധവൻ നായരുടെ ബുക്കിനകത്ത് ഇത് പറയുന്നുണ്ട്, ഒരു ഗർഭിണിയുടെ വയറ് കീറി കിടക്കുന്ന ഒരു സീൻ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നറേറ്റീവ്സ് ഉണ്ടാകുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഞാനൊരു സെമിനാറിൽ പോകുമ്പോൾ ഈ വിഷയം ചോദിച്ചു, ഇന്ത്യയിൽ ബീഫിൻ്റെ പേരിൽ എത്ര സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ 2, 3 അല്ലെങ്കിൽ 5 പേരുടെ പേര് പറയാൻ പോലും നിങ്ങൾക്ക് കഴിയില്ല. എന്നോട് ഒരു ചോദ്യം ചോദിച്ച ആൾക്കും തന്നെ 5 ഇൻസിഡൻറ്റ് കൂടുതൽ പറയാനുണ്ടാവില്ല. അപ്പോൾ നമ്മൾ പറയുന്ന ചർച്ചയും യാഥാർത്ഥ്യവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അല്ലെങ്കിൽ അതായത് ഈ നറേറ്റീവ്സിനെ ഇന്ന് നമ്മൾ മുഖ്യധാരാ മാധ്യമങ്ങളുടെ നറേറ്റീവ്സ് ഇന്ന് വിജയിക്കാത്തതിൻ്റെ പ്രധാന കാരണം സോഷ്യൽ മീഡിയ മുഖ്യധാരാ മാധ്യമങ്ങളെ ഓവർടേക്ക് ചെയ്തു. അപ്പം BJP അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറിയാണ്. യഥാർത്ഥത്തിൽ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും പിന്തുണയ്ക്കാതാണ് BJP 2014 അധികാരത്തിൽ വരുന്നത്. 2019 ഏതാണ്ട് അതുപോലെ തന്നെ 2024 ആകുമ്പോഴത്തേക്കും BJPക്ക് താരതമ്യേന ദേശീയ മാധ്യമങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഒരർത്ഥത്തിൽ നമ്മുടെ മാധ്യമങ്ങളുടെ നറേറ്റീവ് വോട്ടേഴ്സ് സ്വീകരിക്കുന്നതിന് തെളിവാണ് കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ BJPക്ക് സ്വീകാര്യത വന്നത്. കേരളത്തിലെ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾ എന്തുകൊണ്ട് BJPയിലേക്ക് വരുന്നില്ല? കാരണം BJP ഭരണത്തിൻ്റെ അടുത്ത് പോലും വന്നിട്ടില്ല. നിലവിൽ അവർ ഭരണത്തിൻ്റെ ഷെയർ ഹോൾഡേഴ്സാണ്. കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ ഭരണത്തിൻ്റെ ഷെയർ ഹോൾഡേഴ്സാണ്. അപ്പോൾ ഇത് നഷ്ടപ്പെട്ട് എന്തിനാണ് BJPയിലോട്ട് വരുന്നത്? BJPക്ക് ഒരു വിന്നബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിലെ ന്യൂനപക്ഷ സമൂഹവും BJPയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു താമസിയാതെ അടുത്ത ഒരു 5 വർഷത്തിനുള്ളിൽ കേരളത്തിലെ മുന്നണി സമവാക്യങ്ങൾ മാറും. കേരളത്തിലെ പ്രബല ക്രിസ്ത്യൻ പിന്തുണയുള്ള പാർട്ടികൾ ഏതാണെങ്കിലും നമുക്കറിയാമല്ലോ, അതിൽ ചിലതെങ്കിലും BJPയുടെ കൂടെ കാണും. ഈ നെറേറ്റീവ് മാത്രമാണ് എന്നൊരു ആർഗ്യുമെന്റിനോട് ഞാൻ യോജിക്കുന്നില്ല. എനിവേ നമുക്ക് അല്ല, ഞാൻ അങ്ങനെയല്ലോ, നമ്മൾ ഇൻസിഡന്റ് ഉണ്ടാവാം. ആ ഒറ്റപ്പെട്ട സംഭവങ്ങളെ ഒരു ക്രിമിനൽ ആക്ഷനെ ഒരു പ്രസ്ഥാനത്തിൻ്റെയോ ഒരു സമൂഹത്തിൻ്റെയോ ആയിട്ട് നമ്മൾ തലയിൽ വയ്ക്കുമ്പോഴാണ്. നമ്മളിപ്പോൾ കേരളത്തിൽ ഒരു മധു എന്ന് പറയുന്ന ഒരു ആദിവാസി ആ കാര്യത്തിൻ്റെ പേരിൽ കൊന്നു, പക്ഷെ നമ്മളത് കാര്യമായി ചർച്ച ചെയ്യില്ല. ഇത് UPയിലായിരുന്നെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്ത് തന്നെ. അപ്പോൾ കേരളത്തിൽ നടക്കുന്ന പീഡനങ്ങൾ, കേരളത്തിൽ നടക്കുന്ന ക്രൂരതകൾ, ഏറ്റവും കൂടുതൽ ക്രിമിനൽ ആക്ഷൻ നടക്കുന്ന സ്റ്റേറ്റാണ് ഈ കൊച്ചു കേരളം. അല്ല, മധുവിൻ്റെ ആൾക്കൂട്ട കൊലപാതകം അല്ലെങ്കിൽ കേരളത്തിൽ നടക്കുന്ന പോലീസ് അട്രോസിറ്റീസ്, കസ്റ്റോഡിയൽ ടോർച്ചർ ഒക്കെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ, എല്ലാ മാധ്യമങ്ങളിലും, അത് ടെലിവിഷനാകട്ടെ, പത്രമാകട്ടെ, സോഷ്യൽ മീഡിയ ആകട്ടെ, ന്യൂ മീഡിയ ആകട്ടെ ഒക്കെ നന്നായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ നടക്കുന്നത് ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നത് തെറ്റായൊരു ആർഗ്യുമെൻ്റാണ്. എനിവേ എനിക്ക് മുഖ്യധാര ചർച്ച ചെയ്യുന്നില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞത്, ഇപ്പം ഉദാഹരണത്തിന് മലയാളികൾ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന നമ്മളെ കേരളത്തിലെ ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകൾ കൂടുതൽ ജോലി ചെയ്യുന്ന കേരളത്തിന് വെളിയിലാണ്. ഇപ്പം ഇന്ത്യയിലെ ഇപ്പോൾ ഗുജറാത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഡൽഹിയിൽ, UPയിൽ എവിടെയെല്ലാം നമ്മളെ നഗരങ്ങളുണ്ട്. നമ്മൾ ഉദാഹരണത്തിന് ബാംഗ്ലൂർ, ഹൈദരാബാദ്, ഇപ്പം നമ്മൾ IT മേഖലയായിട്ട് ബന്ധപ്പെട്ട ചെന്നൈ, ഇവിടെയൊക്കെ ടെക്നോക്രാറ്റ്സ് ആയിട്ടും IT എക്സ്പെർട്ടായിട്ടും സയൻറ്റിസ്റ്റുകളായിട്ടും ഒക്കെ വർക്ക് ചെയ്യുന്ന വലിയൊരു ശതമാനം മലയാളികളാണ്. ഇതിലേതെങ്കിലും ഒരു മലയാളി ആ സംസ്ഥാനത്തെ തള്ളിപ്പറഞ്ഞങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ സംസ്ഥാനങ്ങളിൽ പോകാത്ത കേരളത്തിലെ രാഷ്ട്രീയക്കാരാണ് ഉത്തരേന്ത്യയെ തള്ളിപ്പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് രാജസ്ഥാനിൽ ആയിരക്കണക്കിന് നേഴ്സസ് കേരളത്തിലുള്ളവരുണ്ട്. വടക്കേന്ത്യയിലെ ഭൂരിപക്ഷ മേഖലകളിലും ആശുപത്രിയിൽ, വിശേഷം ഡൽഹി ബേസ് ചെയ്തിട്ടാണെങ്കിലും മലയാളികളാണ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നത്. അവരാരും അവിടുത്തെ സിസ്റ്റം തള്ളിപ്പറയുന്നത്. അപ്പോൾ ഗുജറാത്തിൽ ജീവിക്കുന്ന മലയാളികൾ എത്ര പേര് ഗുജറാത്തിനെ തള്ളി പറയുന്നുണ്ട്? അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു കാപട്യം നമ്മൾ തിരിച്ചറിയണം. മലയാളികളുടെ എല്ലാ വീട്ടിലെയും മലയാളികൾ ഈ ഭാഗങ്ങളിലുണ്ട്. നമുക്ക് അവരെന്തുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ അവരങ്ങോട്ട് പോകില്ലല്ലോ, കേരളത്തിലേക്ക് വരണ്ടേ? ഈ ദൈവത്തിൻ്റെ സ്വന്തം നാടിനെ കളഞ്ഞിട്ടാണ് ഇവരെല്ലാം അവിടെ പോയി ജീവിക്കുന്നത്. അവരാരും ആ നാടിനെ തള്ളിപ്പറയുന്നത്. അതേസമയം കേരളത്തിലെ രാഷ്ട്രീയ ചർച്ചകളിൽ മറ്റ് സംസ്ഥാനങ്ങളെല്ലാം മോശമായി ചിത്രീകരിക്കുന്നു. വളരെ ഒരു നെഗറ്റീവായ ഒരു ക്യാമ്പയിനിങ് ആണ് കേരളത്തിലെ രാഷ്ട്രീയക്കാർ വോട്ടിന് വേണ്ടി ചെയ്യുന്നത്. കാലങ്ങളായി മലയാളികൾ യാത്ര ചെയ്യുന്നവരാണ്. കേരളത്തിന് പുറത്ത് പോയി പഠിക്കാനും ജോലി സമ്പാദിക്കാനും ഒക്കെ ആയിട്ട് കേരളത്തിന് പുറത്ത്, ഇന്ത്യക്ക് പുറത്ത് തന്നെ പോകുന്നവരാണ്. അതൊരു എൻറ്റയർലി ഡിഫറെൻറ്റ് ആസ്പെക്റ്റ് ആണ്. പക്ഷെ നമുക്ക് നമ്മുടെ ഈ മെയിൻ വിഷയത്തിലേക്ക് മടങ്ങി വരാം. BJPയുടെ കേരളത്തിലെ ഒരു ഗ്രോത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു വരികയായിരുന്നു. താങ്കൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കേരളത്തിലെ BJPക്ക് വളരാൻ, അല്ലെങ്കിൽ ഒരു തേർഡ് ഫ്രണ്ടിന് വളരാൻ എല്ലാ നാളും തടസ്സമായിട്ട് നിന്നത് എനിക്ക് തോന്നുന്നു 2 ഫാക്ടേഴ്സാണ്. ഒന്ന്, താങ്കളിപ്പോൾ പറഞ്ഞതുപോലെ ഇതൊരു കമ്മ്യൂണലാണ് എന്നൊരു ഇംപ്രഷൻ, അത് ശരിയോ തെറ്റോ എന്ന ആർഗ്യുമെൻ്റ് അവിടെ നിൽക്കട്ടെ, പക്ഷേ കമ്മ്യൂണലാണെന്നുള്ളൊരു ഇംപ്രഷൻ ഉണ്ടായിരുന്നു. അത് ഏറെക്കുറെ മാറ്റാനായിട്ട് പാർട്ടി ശ്രമിക്കുന്നുമുണ്ട്. 2, ഒരു വിന്നബിലിറ്റി ഇല്ല എന്ന ഒരു സ്വാഭാവികമായൊരു പെർസെപ്ഷൻ ഉണ്ടായിരുന്നു. ഈ 2 ഘടകങ്ങളും
ഇപ്പം മാറിയിട്ടുണ്ട് എന്നാണോ താങ്കൾ കരുതുന്നത്? അല്ല, അതെ, കേരളത്തിൽ ബി ജെ പിക്ക് സ്വീകാര്യത വരാനുള്ള ഒരു പ്രധാന കാര്യം നമ്മൾ ന്യൂനപക്ഷത്തെ മാത്രം കാണണ്ട, ഹിന്ദുക്കളിലും ബി ജെ പി വന്നിട്ടില്ല. ഇപ്പം ബി ജെ പിയുടെ ഔട്ട്റീച്ച് ഹിന്ദു സമൂഹത്തിൽ എത്രയുണ്ടായി? നമ്മൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ വരും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹിന്ദു സമൂഹത്തിലേക്കും ബി ജെ പി ആ തരത്തിൽ കടന്നു വന്നിട്ടില്ല. അല്ല, അതിനൊരു കാരണമുണ്ട്. എനിക്ക് തോന്നുന്നു അടുത്തിടയ്ക്ക് ഒരു മുതിർന്ന നേതാവ് പറഞ്ഞ വളരെ രസകരമായ ഒരു ഒബ്സർവേഷൻ ഉണ്ട്. കേരളത്തിലെ എല്ലാ പേരും റെസ്പെക്റ്റീവ് ഓഫ് ദെയർ കാസ്റ്റ്, റിലീജിയൻ, പൊളിറ്റിക്കൽ അഫിലിയേഷൻസ്, അവരുടെ ഏത് രാഷ്ട്രീയത്തിൽ നിന്ന് വരുന്നവർക്കും ഒരു ഇടത് മനസ്സുണ്ട്. ഇടത് മനസ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് CPM ഓ CPI ഓ എന്നുള്ളതല്ല. അതൊരു പക്ഷേ വെൽഫെയർ ഓറിയന്റഡായ, വികസന ഓറിയന്റഡായ ഒരു മനസ്സ് എന്നതായിരിക്കാം. ഒരു ഇടത് മനസ്സുണ്ട് എന്ന് അദ്ദേഹം ഒരു സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയിൽ കണ്ടത് ഞാൻ ഓർക്കുന്നു. അത് വളരെ രസകരമായ ഒരു ഒബ്സർവേഷനാണ്. അത് ഒരു പക്ഷേ ഒരു പ്രോഗ്രസീവായ മനസ്സുണ്ട് എന്നായിരിക്കണം അദ്ദേഹം ഉദ്ദേശിച്ചത്. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലും. അതുകൊണ്ട് തന്നെ മൈനോറിറ്റീസിനെതിരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിനെയോ എതിരാണ് എന്നൊരു ഇംപ്രഷൻ മെജോറിറ്റിയും കൂടെ സ്വാഭാവികമായിട്ടും അഫക്റ്റ് ചെയ്യും. അല്ല, അങ്ങനെ വരില്ലല്ലോ. നമ്മളിപ്പോൾ ഒരു മെജോറിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു മൂവ്മെൻറ്റിന് സ്വാഭാവികമായിട്ടും മെജോറിറ്റിയുടെ സപ്പോർട്ട് കിട്ടണമല്ലോ. ഇവിടെ നമ്മൾ ഈ ആർഗ്യുമെൻറ്റ് തന്നെ തെറ്റാണ്. ഒരു ഇടത് മനസ്സിൻ്റെ വിഷയം ഇവിടെ വരുന്നില്ല. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ടൈറ്റ് ആയിട്ടുള്ള രണ്ട് മുന്നണി രാഷ്ട്രീയമുണ്ട്. അപ്പം നമ്മൾ വളരെ മലയാളികൾ പ്രായോഗികമായി ചിന്തിക്കുന്നവരാണ്. അപ്പം ഞാൻ എയിൽ നിന്ന് ബിയിലേക്ക് പോകുമ്പോൾ ഞാനൊരു രക്തസാക്ഷിയാകാൻ ആരും തയ്യാറാകില്ല. അങ്ങനെ രക്തസാക്ഷിയാകാൻ ആരെങ്കിലും തരണം, അവരെല്ലാം തന്നെ. അതാണ് ഞാൻ കരുണാകരൻ്റെ അനുഭവം ഞാൻ പറഞ്ഞല്ലോ. അത് 78-ലും 2005-ലും കരുണാകരന് പോലും കേരളത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഇടത് വലത് മുന്നണിയിലോ തിരിച്ച് മാതൃ പാർട്ടിയിലോ അവർക്ക് പോകേണ്ടി വന്നു. അത് ലെഫ്റ്റിലാണെങ്കിൽ ഉദാഹരണത്തിന് MP രാഘവൻ പുറത്തു വന്നു, അദ്ദേഹത്തിന് UDF-ലേക്ക് പോകേണ്ടി വന്നു. ഇപ്പം G സുധാകരൻ ഏറ്റവും വലിയ താത്വിക തലത്തിൽ CPM-ന്റെ ആളാണ്, അദ്ദേഹം കോൺഗ്രസ്, ഗൗരിയമ്മ കോൺഗ്രസിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ നോക്കുമ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം BJPയുടെ പരിമിതി ആശയപരമായ വിഷയമല്ല, വർഗീയപരമായ വിഷയമല്ല. കേരളത്തിലെ ബൈപ്പോളർ പൊളിറ്റിക്സിലേക്ക് എൻട്രി ചെയ്യാൻ ഒരു കൂട്ടില്ല എന്നുള്ളതാണ്. രണ്ടാമത്, ഹിന്ദു സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം പേര് BJPയിലേക്ക് കടന്നു വന്നില്ല. ഞാൻ അടുത്ത കാലത്ത് ഞാൻ ഇതിനെക്കുറിച്ചൊരു ലേഖനം തയ്യാറാക്കിയിട്ടുണ്ട്. അതായത് BJPയുടെ ഔട്ട്റീച്ച്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ BJP കിട്ടുന്ന വോട്ടുകൾ ഹിന്ദുക്കളുടേതാണ്. അതായത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP കിട്ടിയ വോട്ടുകളെല്ലാം ഹിന്ദു സമൂഹത്തിൻ്റെയാണ് 98% എന്നുള്ള അസംഷൻ വെച്ചുകൊണ്ട് നമ്മളത് ഹിന്ദു ഔട്ട്റീച്ചിലേക്ക് പോകുമ്പോഴത്തേക്കും പല ജില്ലകളിലും BJPക്ക് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ഏതാണ്ട് 38% ഹിന്ദുക്കൾ BJPക്ക് വോട്ട് ചെയ്തതായിട്ട് കാണാം. അതായത് തിരുവനന്തപുരം റവന്യൂ ജില്ലയിലെ ലോക്കൽ ബോഡി ഇലക്ഷനിൽ 25.6% വോട്ടാണ് BJPക്ക് ലഭിച്ചത്. അതായത് 14 നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്ന്. അപ്പം അത് ഹിന്ദുവിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ 66% ഹിന്ദുക്കളിലേക്ക് നമ്മളത് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏതാണ്ട് 32% വോട്ട് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ലോക്സഭയിൽ ഏതാണ്ട് 50% ഹിന്ദുക്കളിലേക്ക് BJPയുടെ ഔട്ട്റീച്ച് പോയിട്ടുണ്ട്. അതേസമയം മറ്റു ജില്ലകളിലൊക്കെ തന്നെ 30%, 32% ഒക്കെ വന്നിട്ടുള്ളൂ. അപ്പോൾ അതായത് ഹിന്ദു സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് പോലും BJP പല ജില്ലകളിലും കടന്നു വന്നിട്ടില്ല. തിരുവനന്തപുരം ജില്ലയാണ് താരതമ്യേന ഉയർന്ന ലെവലിൽ നിൽക്കുന്നത്. അതുപോലെ നമ്മൾ 1/3 കുറച്ച് മുകളിലേക്ക് വന്നിട്ടുള്ളൂ. ഇടയ്ക്കൊരു സംശയം ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ഇത് ഹിന്ദു സമൂഹത്തിലേക്കാണ് ഔട്ട്റീച്ച് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നത്? അത് ദാറ്റ് കുഡ് ബി ടു ദ ഞാൻ ഈ കേരളത്തിൽ ജീവിക്കുന്ന ഒരാളെന്ന എനിക്കറിയാം, കേരളത്തിലെ ഹിന്ദു സമൂഹത്തിന് പുറത്തുള്ള ആളുകളിൽ വളരെ ചെറിയ ന്യൂനപക്ഷം മാത്രമായിരിക്കും BJPയിലെ നിലവിൽ. ദാറ്റ് കുഡ് ബി ദ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഓൾസോ. അതെ, ക്രിസ്ത്യൻ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് BJPയിലേക്ക് വരുന്ന ഒരുപാട് വ്യക്തികളുണ്ടാവാം. പക്ഷേ ഒരു സമൂഹം എന്നുള്ള നിലയിൽ കേരളത്തിലെ നമ്മുടെ സാമൂഹികമായ യാഥാർത്ഥ്യത്തെ ഞാൻ തുറന്നു പറഞ്ഞതേ ഉള്ളൂ. അത് ഹിന്ദു സമൂഹത്തിലാണ്. അത് ഫസ്റ്റ് സ്റ്റെപ്പിൽ അങ്ങനെ ആയിരിക്കാം, അത് കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും വരും. ഇപ്പം കേരളത്തിൽ ക്രിസ്ത്യൻ മുസ്ലിം സമൂഹങ്ങൾ BJPക്ക് എതിരാകുമെന്ന് ഞാൻ വിശ്വസിക്കാത്ത ഒരാളാണ്. കാരണം അത് വിന്നബിളാണെങ്കിൽ, അതാണ് ഞാൻ PC തോമസിൻ്റെ കാര്യം. 2004 BJP ഇടത് വലത് മുന്നണികൾക്ക് ബദലായിട്ട് BJP MP ആയിട്ട് ജയിച്ചത് എന്തുകൊണ്ടാണ്? BJP ജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം മന്ത്രിയാകുമെന്നൊരു ധാരണയുണ്ടായിരുന്നു ആ സമയത്ത്. കാരണം അദ്ദേഹം മന്ത്രി ആയിരുന്നു. അന്ന് എല്ലാ സർവേകളിലും വാജ്പേയി തിരിച്ചു വരുമെന്നൊരു ഇതുണ്ട് 2004 ഇന്ത്യ ഷൈനിങ് ആ സമയത്ത്. അപ്പം ആ സമയത്ത് വാജ്പേയി എന്ന് പറഞ്ഞാൽ മുന്നണി NDA അന്ന് BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടില്ലെങ്കിൽ പോലും. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടുണ്ടായപ്പോഴത്തേക്കും ഈ മൂവാറ്റുപുഴയിലെ ക്രിസ്ത്യൻ സമൂഹത്തിന് PC തോമസിന് വോട്ട് കൊടുക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. അപ്പോൾ BJP കേരളത്തിൽ സ്വീകാര്യമായതിന് തെളിവാണ് 2004 PC തോമസ് ജയിക്കുന്നത്. കാരണം അദ്ദേഹം ജയിച്ചാൽ കേന്ദ്രമന്ത്രിയാണ്, അദ്ദേഹം കേന്ദ്രമന്ത്രി ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരാളെ വീണ്ടും മന്ത്രിയാക്കാൻ സപ്പോർട്ട് ചെയ്ത ക്രിസ്ത്യൻ സമൂഹമാണ്. അപ്പം കേരളത്തിലെ കമ്മ്യൂണിറ്റി കാണിക്കുന്ന ഈ ഫ്ലെക്സിബിലിറ്റി മുസ്ലിം മൈനോറിറ്റീസിനിടയ്ക്ക് ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ടാണ്? അല്ല, അത് പൊതുവേ മുസ്ലിം മൈനോറിറ്റിയിൽ ക്രമേണ കുറച്ചുകൂടി താമസിക്കും. കാരണം കുറച്ചുകൂടി റിലീജിയസ് ആണ്. അപ്പം ക്രിസ്ത്യൻ സമൂഹം ഇന്ന് നമ്മളെ കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹം മുസ്ലിം സമൂഹം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ മുസ്ലിം സമൂഹം കുറച്ചുകൂടെ മതത്തിൽ ഓറിയൻറ്റഡ് ആയിട്ടാണ് ജീവിക്കുന്നത്. അത്രയും റിജിഡ് അല്ല ക്രിസ്ത്യൻ സമൂഹം.
ക്രിസ്ത്യൻ സമൂഹത്തിൽ ഒരുപാട് സഭകളുണ്ട്, അവർ ഒരുപാട് യാത്ര ചെയ്യുന്നു, ഒരുപാട് പോകുന്നു പല മേലും. മറ്റേതിലിപ്പം ഉദാഹരണത്തിന് സ്ത്രീകൾ, ഇപ്പം ക്രിസ്ത്യൻ സമൂഹത്തിലെ നമുക്ക് സ്ത്രീകൾ ഭൂരിപക്ഷം പേരും ജോലി ചെയ്യുന്നവരായിരിക്കാം. ഇന്ത്യ മുഴുവനും ഇപ്പം നമ്മൾ നേഴ്സുമാരായിട്ടും എല്ലാ മേഖലയിലും ജോലി ചെയ്യുന്നവരുണ്ടാവും. നമ്മൾ മുസ്ലിം സമൂഹത്തിൽ സ്ത്രീകൾ ആ തരത്തിൽ നമ്മൾ വിദ്യാഭ്യാസമുണ്ടെങ്കിലും കേരളത്തിൽ സ്ത്രീകൾ താരതമ്യേന ജോലി ചെയ്യുന്നതിൽ ഏറ്റവും പുറകിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. കാരണം കൂടുതൽ പേരും വീട്ടമ്മമാരാണ്, വിദ്യാഭ്യാസമുള്ളവരായിരിക്കും. അപ്പം മെഡിക്കൽ ബിരുദമുള്ളവർ പോലും വീട്ടമ്മമാരായിട്ടുള്ളവരുണ്ട്. അപ്പോൾ ആ തരത്തിൽ മുസ്ലിം സമൂഹത്തിൻ്റെതായ ജീവിത ശൈലിയിൽ ഇന്ന് കുറച്ചുകൂടെ മതത്തിന് കൂടുതൽ കേന്ദ്രീകൃതമാണ് അവർ. അതിൻ്റെതായ ഇതാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും നമുക്കത് പ്രകടമായി കാണാം. അത് കാരണം ഒരു മുസ്ലിം സ്ത്രീകൾ ആ തരത്തിൽ രാഷ്ട്രീയത്തിലേക്ക് ഒരുപാട് കടന്നു വന്നിട്ടില്ല. അതേപോലെ ക്രിസ്ത്യൻ സമൂഹത്തിൽ കുറച്ചുകൂടി വ്യത്യാസമുണ്ട്. അപ്പോൾ അത് നമ്മുടെ സാമൂഹിക സാഹചര്യവും പൊളിറ്റിക്സും തമ്മിൽ വളരെ റിലേറ്റഡ് ആണ്. നമുക്ക് വിന്നബിലിറ്റി ഫാക്ടറിലേക്ക് തിരിച്ചു വരാം. താങ്കൾ പറഞ്ഞതുപോലെ വിന്നബിലിറ്റി എല്ലാ നാളും BJPക്ക് ഒരു ത്രെട്ടാണ്. BJP ഫേസ് ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ചലഞ്ച് വിന്നബിലിറ്റിയാണ്. എന്തുകൊണ്ട് വോട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ വോട്ട് ചെയ്യുന്ന സ്ഥാനാർത്ഥി ജയിക്കണമെന്നാണല്ലോ എല്ലാ വോട്ടറും ആഗ്രഹിക്കുന്നത്. അപ്പോൾ വോട്ട് ചെയ്താൽ ജയിക്കുമോ എന്ന് സംശയമുള്ളത് കൊണ്ടാണ് പലപ്പോഴും BJP സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാത്തതെന്നാണ് പൊതുവിൽ എഴുതപ്പെടുന്നത്. ഒരു മുന്നണി രാഷ്ട്രീയത്തിൽ ഒരു മുന്നണിയായി രൂപീകരിച്ച് ഒരു ഓൾട്ടർനേറ്റീവായി പ്രസന്റ് ചെയ്യുന്നതിൽ BJP പരാജയപ്പെട്ടു. കേരളത്തിലെ BJPയുടെ വോട്ട് ഷെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്പോർട്സിലുള്ളതുപോലെ ഏറ്റവും നല്ല ബെസ്റ്റ് പെർഫോമൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ലോകസഭയിലാണ്. അപ്പം ലോകസഭയിലും നിയമസഭയിലും ലോക്കൽ ബോഡിയിലും 3 പ്രയോറിറ്റി ആയിരിക്കും വോട്ടേഴ്സിന്. എന്നാൽ ഇപ്പോൾ നമ്മൾ ഒരു പഠനത്തിനായി നമ്മൾ എടുക്കുമ്പോൾ ഏറ്റവും നല്ല പെർഫോമൻസ് സ്പോർട്സ് താരത്തിനെ പോലെ നമുക്ക് ലോകസഭയിൽ എടുക്കാം. അപ്പോൾ 20% വോട്ടുണ്ട്. കേരളത്തിലെ ഇടതുപക്ഷത്തെ നായക സ്ഥാനത്തുള്ള CPMൻ്റെ വോട്ട് ഷെയർ 25%. 24-25%. കോൺഗ്രസ് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ വോട്ട് ഷെയർ എന്ന് പറയുന്നത് 90-ലധികം സീറ്റ് മത്സരിക്കുന്ന കോൺഗ്രസിന് മുന്നണിയായിട്ട് നിന്ന് മത്സരിക്കുന്ന കോൺഗ്രസ് കിട്ടുന്നത് 24-25% വോട്ടാണ്. അതായത് കേരളത്തിലെ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളുടെ ബേസ് എന്ന് പറയുന്നത് 23-25 വോട്ടാണ്, % വോട്ടാണ്. BJPയും അതിൻ്റെ നിയർ ബൈ ആയിട്ടുണ്ട്. അപ്പം BJPയുടെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഘടകകക്ഷികളില്ല. ഘടകകക്ഷികൾ ഇപ്പോൾ 2020 വന്നു, അല്ലെങ്കിൽ BDJs. പക്ഷേ നമ്മൾ മുഖ്യധാരാ പാർട്ടികളിൽപ്പെട്ട മുന്നണികൾക്കുള്ളതുപോലെയുള്ള ഘടകകക്ഷികളിലേക്ക് ഇത് വന്നാൽ, അപ്പം ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ കാണുന്നൊരു പ്രത്യേകത, കേരളത്തിലെ മുന്നണി സമവാക്യങ്ങൾക്ക് മാറ്റമുണ്ടാകാം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ നേരിയ ഭൂരിപക്ഷത്തിലായിരിക്കും വരിക, 2011 പോലെ. 2011 ഒരു ആവർത്തനമായിരിക്കും. അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ UDF വൻ വിജയം നേടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് തരംഗം ഉണ്ടെന്ന് പറയാൻ പറ്റും. തിരുവനന്തപുരത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും 2011 ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് UDFന് അനുകൂലമായി. പക്ഷേ ക്രമേണ കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിന് മാറ്റമുണ്ടാവും. ഇന്ന് നമ്മൾ CPMനെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ഇന്ത്യയിൽ തന്നെ അവസാനത്തെ CPMൻ്റെ മുഖ്യമന്ത്രിയായിരിക്കും പിണറായി വിജയൻ. അത് ത്രിപുരയിലും പശ്ചിമ ബംഗാളിലും ഉണ്ടായതുപോലെയുള്ള ഒരു അവസ്ഥയിലേക്ക് കേരളവും ക്രമേണ മാറും എന്നുള്ളതിന് തെളിവാണ്. കേരളത്തിലെ കോൺഗ്രസിനും കേരളത്തിലെ CPMും സംഘടനാപരമായി ഏറ്റവും കൂടുതൽ ദൗർബല്യം നേരിട്ടുകൊണ്ടാണ് ഈ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കോൺഗ്രസിനകത്ത് ഒരുപാട് ഗ്രൂപ്പ് സമവാക്യം ഇപ്പം തന്നെ മുഖ്യമന്ത്രിക്ക് വേണ്ടി കിടന്നടിക്കുന്നു. അതുപോലെ നമ്മളാരും ഒരു കാലത്ത് പ്രതീക്ഷിച്ചിരുന്നില്ല. ഇപ്പം ഞങ്ങളൊക്കെ ക്യാമ്പസിൽ ഒരിക്കലും ഒരു ABVPയുടെ ഒരു ഫോറത്തിൽ പോലും SFIക്കാരൻ വരില്ല. പക്ഷേ നിലവിൽ 3 BJP കാൻഡിഡേറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വന്നവരാണ്. ഒരു CPMൻ്റെ മുൻ MLA 3 തവണ MLA S രാജേന്ദ്രൻ, അല്ലെങ്കിൽ ഒരു അജിത്ത് വൈക്കത്ത് 2 തവണ CPIയുടെ MLA ആണ്. അപ്പോൾ അതുപോലെ നാട്ടികയിൽ CC മുകുന്ദൻ സിറ്റിംഗ് MLA ആണ്. അതുപോലെ കോൺഗ്രസ് പക്ഷത്തേക്ക് നമുക്ക് നോക്കാം, സുധാകരനെ പോലുള്ള ഒരാൾ, അല്ലെങ്കിൽ പയ്യന്നൂരും അതുപോലെ തളിപ്പറമ്പിലും ഒക്കെ ഉണ്ടായതുപോലെയുള്ള, അല്ലെങ്കിൽ കൊട്ടാരക്കരയിൽ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥി അയാൾ മുന്നണിയായിട്ട് MP രാഘവൻ പോയതിൽ പോകാം. പക്ഷേ കോൺഗ്രസിൻ്റെ ഭാഗമായി നിന്ന് മത്സരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാം, അത് സുധാകരനെ പോലെ. അപ്പം മാത്രമല്ല വളരെയധികം ന്യൂനതകൾ അവർ നേരിടുന്നുണ്ട്, പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഈ തുടർച്ചയായ ഭരണം അവരെ ഒരു സമര സംഘടനയിൽ നിന്ന് അകറ്റി. കാരണം കേരളത്തിൽ EMSൻ്റെ കാലഘട്ടത്തിൽ അവർ സ്വീകരിച്ച നയം ഭരണവും സമരവും എന്നൊരു ശൈലി ഉണ്ടായിരുന്നു. കഴിഞ്ഞ 10 വർഷമായിട്ട് ഇപ്പോൾ DYFIയും SFIയും SFI നമ്മൾ പ്രധാനമായിട്ടും വാർത്തകളിൽ കാണുന്നത് കോളേജുകളിൽ നടന്ന സംഘർഷം, ചിലപ്പോൾ അത് റാഗിങ്ങുമായിട്ടുള്ള ബന്ധം, സിദ്ധാർത്ഥൻ്റെ മരണം പോലെയുള്ള വിഷയങ്ങളൊന്നും, യൂണിവേഴ്സിറ്റി കോളേജിലെ കത്തിക്കുത്തിൻ്റെ വിഷയം വരാം, അല്ലെങ്കിൽ ഇതുപോലെയുള്ള പല വിഷയങ്ങളും മാർക്ക് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, അല്ലാതെ ഒരു വിദ്യാർത്ഥി സംഘടന സമര സംഘടനയായിട്ടില്ല.
DYFI നമ്മളിപ്പം കാണുന്നത് നമ്മൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോഴും എല്ലാവർക്കും ചോറ് കൊടുക്കുന്നു, ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നു, അങ്ങനെയൊക്കെയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ആ തരത്തിലേക്ക് അവരും പരിവർത്തനം ചെയ്യുകയും സമരവും ഭരണത്തിന് മാറ്റിയിട്ട് ഭരണം മാത്രമാകുകയും ഭരണത്തിൻ്റെ ഗുണഭോക്താക്കളായ ഒരു ഭാഗത്തും ഇതിൻ്റെ നേട്ടം കൊയ്യാത്തവർ അതിൻ്റെ റബലായി മാറുകയും ചെയ്യുന്നുണ്ട്. അല്ല, തങ്ങൾ പറയുന്ന സംഘടനാ ദൗർബല്യങ്ങളൊക്കെ അംഗീകരിക്കുമ്പോൾ തന്നെ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായിട്ട് ഉള്ള 2 പിണറായി സർക്കാരുകളെ കുറിച്ച് കാര്യമായി മോശമായി പറയാൻ ഒന്നുമില്ല. കാരണം വെൽഫെയറിൻ്റെ കാര്യത്തിലാകട്ടെ, വികസനത്തിൻ്റെ കാര്യത്തിലാകട്ടെ പല പദ്ധതികളും നടപ്പിലാക്കുന്നു, ലോ ആൻഡ് ഓർഡറിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ കടന്നു പോകുന്നു. അത്തരമൊരു ഗവൺമെൻറ്, അത്തരമൊരു സർക്കാരിനെ എന്തിന് ജനം മാറി ചിന്തിക്കണം? അത്തരം ഒരു സർക്കാരിനെതിരായിട്ട് എന്തിനു വോട്ട് ചെയ്യും? അല്ല, എനിക്ക് ഞാനതിനോട് വിയോജിക്കുന്നു. കാരണം കേരളത്തിൽ യഥാർത്ഥത്തിൽ പ്രതിപക്ഷമാണ് ഇല്ലാതെ പോയത്. നമ്മൾ പല വിഷയങ്ങൾ വരുമ്പോഴത്തേക്കും കേരളത്തിലെ പ്രതിപക്ഷവും കോൺഗ്രസ് നയിക്കുന്ന പ്രതിപക്ഷവും CPM ഒന്നിച്ചാണ് നിൽക്കുന്നത്. ദേശീയ വിഷയങ്ങൾ വരുമ്പോഴത്തേക്കും കേരളത്തിലെ നിയമസഭ 6 പ്രമേയങ്ങൾ ഐക്യകണ്ഠേന തന്നെ പാസ്സാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ജനങ്ങളുടെ ഇടയിൽ രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ 27 സംസ്ഥാനങ്ങളിൽ ഒന്നിച്ചാണ് നിൽക്കുന്നത്. അല്ല, ഐക്യകണ്ഠേന പാസ്സാക്കുന്നത് ഈ വിഷയത്തിൽ ഇവർക്ക് 2 പേർക്കും ഒരേ കാഴ്ചപ്പാടില്ല. അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ ഈ തെരഞ്ഞെടുപ്പിൽ പോലും ഗവൺമെന്റിന്റെ ഒരു അഴിമതി, ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ ചർച്ചയല്ല. ആകെ 20 ദിവസമാണ് നമുക്ക് കിട്ടിയത്. ഈ 20 ദിവസത്തിൽ ആദ്യത്തെ 3-4 ദിവസം നമ്മൾ സുധാകരന്മാരിൽ നിന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡീലിലായിരുന്നു 6 ദിവസം. ഞാൻ ഒരുപാട് TV ചർച്ചയിൽ പങ്കെടുത്ത ഒരാളായിട്ട് ഞാൻ പറയാണ്, ജനങ്ങളുടെ ഒരു വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. അതിനുശേഷം മുഖ്യമന്ത്രിയുടെ വിഷയം വന്നു, ആര് മുഖ്യമന്ത്രിയാണ്. അപ്പോൾ നമ്മളുടെ യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിൻ്റെ പരാജയമാണ് കേരളത്തിൽ. ഞാൻ പറയുന്നത് കേരളത്തിൽ ഒരുപാട് ഭരണ പരാജയമുണ്ടായി. ഉദാഹരണത്തിന് കേരള നിയമസഭയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നൽകിയ ആൻസർ, അതായത് നിയമസഭയിൽ നൽകിയ ഉത്തരത്തിൽ പറയുന്നത് കേരളത്തിലെ ഡിഗ്രി സീറ്റുകൾ 4 സർവകലാശാലയുടെ അഫിലിയേറ്റ് ചെയ്ത കോളേജ് ഡിഗ്രി സീറ്റുകളിൽ 45% സീറ്റ് വേക്കൻ്റാണ്, കുട്ടികളെ കിട്ടാനില്ല. അതിൽ MG യൂണിവേഴ്സിറ്റിയിൽ അത് 55%. അപ്പം കേരളത്തിലെ കുട്ടികൾ മാസ്സായിട്ട് പഠിക്കാനായിട്ട് പുറത്തോട്ട്, പഴയ കാലത്ത് നമ്മുടെ കുട്ടികൾ ജോലിക്കാണ് പുറത്തോട്ട് പോയി പഠിക്കാൻ പോവുകയാണ്. അപ്പം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല നിലവാരത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും പുറകിലാണ് നമ്മൾ. അതായത് മറ്റൊരു സംസ്ഥാനത്തെ കുട്ടിയും കേരളത്തിലൊന്നും പഠിക്കാൻ വരുന്നില്ല. ഇപ്പം ഇവർ പറയും, ഞാൻ പങ്കെടുത്ത ഒരു ചർച്ചയിൽ, ഒരു ഏഷ്യാനെറ്റ് ചർച്ചയിൽ ഒരാൾ പറയണ്ടായി അമേരിക്കയിൽ നിന്ന് വന്ന് പഠിക്കുന്നു. അതൊക്കെ നമുക്കറിയാലോ, ചില ഗവൺമെൻറ് സംവിധാനത്തിലൂടെ വന്ന് നിന്നിട്ട് നമ്മുടെ ICSR സ്പോൺസർ ചെയ്തിട്ടുള്ള ചില ICCR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് കൾച്ചറൽ അവർ സ്പോൺസർ ചെയ്യുന്ന വിദ്യാർത്ഥികൾ വരുന്നതായിരിക്കും. അല്ലാതെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല ഇന്ത്യയിൽ തന്നെ ഏറ്റവും താഴെ നിൽക്കുന്ന ഒരു മേഖലയാണ്. നമ്മൾ സാക്ഷരതയിൽ നമ്മൾ മുന്നിലെന്ന് പറയാം. ആരോഗ്യ മേഖല, നമ്മുടെ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകുന്നത്? അദ്ദേഹത്തിന് തിരിച്ചു വന്നെങ്കിൽ ഇനി ഒരു മുഖ്യമന്ത്രി അമേരിക്കയിൽ പോകാത്ത രീതിയിൽ ഇന്ന് ലോകം ഒരുപാട് വികസിച്ചു. നമുക്ക് ഒരുപാട് സംവിധാനങ്ങളുണ്ട്. നമുക്ക് പലതരത്തിലുമുള്ള നിക്ഷേപങ്ങളുണ്ട്. പ്രൈവറ്റ് മേഖല എന്തുകൊണ്ടൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലൂടെ വരാൻ പറ്റില്ല? അപ്പോൾ അച്യുതാനന്ദനാണെങ്കിലും ഉമ്മൻചാണ്ടി ആണെങ്കിലും അവസാന കാലത്ത് അവരെല്ലാം സ്വകാര്യ ആശുപത്രിയിലായിരുന്നു. അവരാരും മെഡിക്കൽ കോളേജിൽ പോകുന്നില്ല. അപ്പോൾ നമ്മുടെ ആരോഗ്യ മേഖല എവിടെ നിൽക്കുന്നു? അപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ ജെന്യൂനായ വിഷയം ആരോഗ്യമല്ല, തൊഴിൽ മേഖല. 500 പേർക്ക് തൊഴിൽ ലഭിക്കുന്ന ഒരു സ്ഥാപനം കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിൽ തുടങ്ങിയ ഒരു സ്ഥാപനത്തിൻ്റെ പേര് പറയാമോ? ഇത് ഞാൻ മറ്റ് പല തരത്തിലും ഞാൻ ഉന്നയിച്ചത്. കേരളത്തിൽ എവിടെയാണ് ഇപ്പം ഒരു കാലഘട്ടം നമ്മൾ ഇലക്ട്രോണിക്സ് മേഖലയിൽ ആദ്യം മുന്നിൽ നിന്ന സ്റ്റേറ്റ് കേരളമാണ്, കെൽട്രോൺ. അത് കഴിഞ്ഞ് നമ്മളൊക്കെ ആദ്യം TV കാണുന്ന കെൽട്രോൺ TV എന്നുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ IT മേഖല ആദ്യം ടെക്നോ പാർക്ക് തുടങ്ങി 82-ൽ. അന്ന് ബാംഗ്ലൂരിൽ ആരംഭിച്ചിട്ട് പോലുമില്ല. 1981 സെൻസസിലെ തിരുവനന്തപുരത്തെ പോപ്പുലേഷനും ബാംഗ്ലൂരിലെ പോപ്പുലേഷനും ഒന്നായിരുന്നു. ഇന്ന് ബാംഗ്ലൂർ പോപ്പുലേഷൻ കേരളത്തിലെ ജനസംഖ്യയുടെ ഏതാണ്ട് 3-ലധികം ജനസംഖ്യയായിട്ട് മാറി. ആ തരത്തിൽ രാജ്യത്ത് വലിയ വികസനം ഉണ്ടാകുമ്പോൾ കേരളം മാറി നിൽക്കുകയാണ്. നാഷണൽ ഹൈവേ ഞാൻ ഏതാണ്ട് 20-ലധികം സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ യാത്ര ചെയ്തു. നാക്കിൻ്റെ ഭാഗമായിട്ട് ഇത്രയും മോശമായ റോഡ് കേരളത്തിൽ ചെറിയ റോഡുള്ളത്. മറ്റെല്ലായിടത്തും വലിയ വികസനം. അവസാനമാണ് നമ്മളിപ്പോൾ ഈ പുതിയ റോഡ് കേരളത്തിൽ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ കേരളം ഏത് മേഖലയിലാണ് നമുക്ക് ഈ സർക്കാരിൻ്റെ സമയത്താണ് വന്നത്. പിന്നെ താങ്കൾ ചോദിച്ച ഓരോന്നിനും ഞാൻ നമ്മുടെ ഇതൊരു ഡിസ്കഷൻ അല്ലാത്തത് കൊണ്ട്, അത്തരം ഒരു ഡിസ്കഷൻ അല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല. ബട്ട് സ്റ്റിൽ ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിൽ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പുറത്തുപോയി കുട്ടികൾ പഠിക്കുന്നത് മുൻപ് ഉണ്ടായിരുന്നു. അതൊരു ട്രെൻഡാണ്. എല്ലാ നാളും പുറത്തുപോയി പഠിക്കാറുണ്ട്. പിന്നെ ചികിത്സയ്ക്കായിട്ട് പുറത്തു പോകുന്നത്, സൂപ്പർ സ്പെഷ്യാലിറ്റി, ലോകപ്രസിദ്ധമായ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിന് പോകുന്നത്, അത് കേരളത്തിൽ നിന്നല്ല മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നും നേതാക്കന്മാർ പോകാറുണ്ട്. അതൊരു സ്വാഭാവികമായ കാര്യമാണ്. പിന്നെ താങ്കൾ ചോദിച്ച ജോലി പ്രൊവൈഡ് ചെയ്യുന്നതിനെ കുറിച്ച്, സ്റ്റാർട്ടപ്പ് മിഷനിലൂടെ 1 ലക്ഷം ഓണ്ടർപ്രണർഷിപ്പ്
കൊടുത്ത സംസ്ഥാനമാണ് കേരളം. 1 ലക്ഷം അതിന്റെ ഡീറ്റെയിൽസ് അല്ല, പല IT നമ്മുടെ IT പാർക്കുകളിലൂടെ അല്ലെങ്കിൽ കൊട്ടാരക്കരയിലെ വർണിയർ ഹോം മാതിരിയുള്ള സെന്ററുകളിലൂടെ ഒരുപാട് ജോലി പ്രൊവൈഡ് ചെയ്യുന്നുമുണ്ട്. നാഷണൽ ഹൈവേ തങ്ങളി പറഞ്ഞ് ഡെവലപ്മെന്റ് ഉണ്ടായത് ഈ സർക്കാരിന്റെ സമയത്താണ്. എനിവേ ഇതൊക്കെ നമുക്ക് ഈ പിണറായിയുടെ നേട്ടങ്ങൾ കോട്ടങ്ങൾ ചർച്ച ചെയ്യുന്നത് മാറ്റിയിട്ട് എനിക്ക് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, BJP നമ്മൾ BJPയുടെ ഗ്രോത്തിനെ കുറിച്ച് പറഞ്ഞു. വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ BJPയുടെ ഇന്റേണൽ അസസ്മെന്റിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 5 മുതൽ 7 വരെ സീറ്റിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുമെന്നാണ് BJPയുടെ ഒരു വിലയിരുത്തൽ. താങ്കൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? BJP ഇത്തവണ എന്ത് തരം നേട്ടമാണ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ എന്തായിരിക്കും BJPക്ക് ഒരു ഡീസൻറ്റ് പെർഫോമൻസ് എന്ന് പറയാനാകുക? BJP ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ എൻ്റെ കണക്കൂട്ടലിൽ ഏതാണ്ടൊരു ഏറ്റവും കുറഞ്ഞത് 6-7 സീറ്റുകൾക്ക് മുകളിലോട്ട് ഒരു 10-16 സീറ്റുകളിൽ വളരെ ശക്തമായിട്ട് BJPയുടെ വോട്ട് ഷെയർ ഉണ്ടാവും. അതായത് നമ്മൾ ത്രികോണ മത്സരമാകുമ്പോഴത്തേക്കും ചിലപ്പം ജയിക്കാതിരിക്കാം, പക്ഷേ 2ാം സ്ഥാനത്തേക്ക് വരുന്ന മണ്ഡലങ്ങൾ വളരെ വലുതായിരിക്കും. BJPയുടെ ഗ്രോത്തിനെ ഞാൻ അളക്കുന്നത് ഒരു തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലല്ല. അതായത് 2ാം സ്ഥാനത്ത് വരുന്ന മണ്ഡലങ്ങളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും. വിജയസാധ്യത, അതായത് ഞാൻ പറഞ്ഞു, വിജയിച്ചില്ലെങ്കിൽ 2ാം സ്ഥാനത്ത് വരുന്ന മണ്ഡലങ്ങളായിരിക്കും. ഞാനൊരു നിരീക്ഷകൻ എന്ന തരത്തിൽ പറയുന്നതാണ്. പാർട്ടിക്ക് പാർട്ടിയുടേതായ കണക്കൂട്ടലുണ്ടാവും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ട് പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ സാധാരണ BJP മത്സരിക്കുമ്പോൾ ഒരു മഞ്ചേശ്വരം, കാസർഗോഡ്, നേമം, ഇങ്ങനെ ഒരു 3 മണ്ഡലം 4 മണ്ഡലത്തിലാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു 3ാം ഫോഴ്സ് എന്നുള്ള തരത്തിൽ ഈവൻ മാധ്യമ ചർച്ചയിൽ പോലും അങ്ങനെയാണ്. മാത്രമല്ല 2021 MP ആയിട്ട് ശ്രീ K മുരളീധരൻ, അദ്ദേഹം MLA ആയി 3 വർഷം കഴിഞ്ഞപ്പം കളഞ്ഞിട്ട് MP ആയിട്ട് പോയി വട്ടിയൂർക്കാവിൽ നിന്ന്. അദ്ദേഹം ആ MP സ്ഥാനത്തിരുന്നുകൊണ്ട് നേമത്ത് വന്നത് തന്നെ BJPയുടെ ഏക സീറ്റ് തോൽപ്പിക്കാനായിരുന്നു. പക്ഷേ 2026 ആയപ്പോഴത്തേക്കും BJPയെ തോൽപ്പിക്കാനായിട്ട് ആരും മത്സരിക്കുന്നില്ല. കാരണം മുരളീധരൻ നേമത്ത് പരാജയപ്പെട്ടു, നേമത്തെ ലക്ഷ്യം നേടി, പക്ഷേ മുരളീധരൻ പരാജയപ്പെട്ടു. അദ്ദേഹം വീണ്ടും അതുപോലെ വടകര കളഞ്ഞിട്ട് അദ്ദേഹം വന്ന് തൃശ്ശൂർ മത്സരിച്ചു. അവിടെയും അദ്ദേഹം ദയനീയമായി 3ാം സ്ഥാനത്തേക്ക് പോയി. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇന്ന് കേരളത്തിന് BJPയുടെ സ്വീകാര്യത വളരെ കൂടുതൽ. വിശേഷം തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, തൃശ്ശൂർ, പാലക്കാട് ഈ ജില്ലകളിൽ, ഇപ്പം കോഴിക്കോട് നഗരത്തിലെ മണ്ഡലങ്ങളിൽ, വിശേഷിച്ചും നോർത്ത്, സൗത്ത്, ബേപ്പൂർ, അതുപോലെ കാസർഗോഡ് 2 മണ്ഡലങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്നത്, പാലക്കാട്, മലമ്പുഴ, അതിൽ ഷൊർണൂർ, ഒറ്റപ്പാലം, ഇവിടെയൊക്കെ BJPയുടെ വോട്ട് ഷെയർ വളരെ വലുതായിരിക്കും. അതുപോലെ ഘടകകക്ഷികളായിട്ട് വരുമ്പം കുന്നത്തുനാട് 2020-ക്കെതിരെ കേരളത്തിൽ ആദ്യമായി ഇന്ത്യ സഖ്യം പരീക്ഷണം നടത്തിയത് കുന്നത്തുനാട്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDF LDF ഒന്നിച്ച് നിന്നിട്ടാണ് അവിടെ മത്സരിച്ച് കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ ജനങ്ങൾ തിരിച്ച് UDFന് വോട്ട് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ BJPയുടെ വോട്ട് ഷെയർ 2014 BJPക്ക് അവിടെ 12% വോട്ട് ലഭിച്ചു. 16 കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 8%. എന്നാലും BJPക്ക് ഒരു 10-14-15% വോട്ടുണ്ട്. അതും 2020 വോട്ടും കൂടെ കമ്പൈൻ സ്ട്രെങ്തിൽ ലോക്കൽ ബോഡി ഇലക്ഷൻ 2020 50,000 വോട്ടുണ്ട് ആ മണ്ഡലത്തിൽ. അങ്ങനെയാണെങ്കിൽ ആ സീറ്റിന് സാധ്യതയുണ്ട്. പൂഞ്ഞാർ അതുപോലെ PC ജോർജിന് കഴിഞ്ഞ തവണ ഏതാണ്ട് 41,000 വോട്ട് 2ാം സ്ഥാനത്തേക്ക് അദ്ദേഹം വന്നിരുന്നു. 2016 ഒറ്റയ്ക്ക് വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അപ്പം കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് ഒരുപാട് മതപരമായി ഭയങ്കര എതിർപ്പുണ്ടായി, BJPയുടെ എതിർപ്പുണ്ടായി, എല്ലാവരും എതിർത്തിട്ടും അദ്ദേഹം വന്നിട്ടുണ്ട്. ആ വോട്ട് അദ്ദേഹം കുറച്ചുകൂടി സ്വീകാര്യനായിട്ടാണ് എൻ്റെ അന്വേഷണം. ഞാൻ ഈ ഭാഗമായിട്ട് എനിക്ക് കുറച്ച് ബന്ധമുള്ള ഒരാളാണ്. അവിടെ ക്രിസ്ത്യൻ സമൂഹത്തിലും PC ജോർജ് 2021 കുറച്ചുകൂടി സ്വീകാര്യമാണ്. അതിന് ആവശ്യമായ ചില സംഭവങ്ങൾ അവിടേക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന് ചില മതപരമായ ചില വിഷയങ്ങളുണ്ടായിട്ടുണ്ട്, ചില ട്രസ്റ്റ് ഡെഫിസിറ്റിൻ്റെ വിഷയങ്ങളുണ്ട് ചില സമൂഹങ്ങൾ തമ്മിൽ. അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവാം. ഇപ്പോൾ ചാത്തന്നൂർ മണ്ഡലം, അതുപോലെ അപ്പം തൃശ്ശൂർ മണ്ഡലം, തൃശ്ശൂർ പത്മജ വേണുഗോപാലിൻ്റെ മണ്ഡലം, അത് മണലൂർ, ഈ മേഖലയിലൊക്കെ BJPയുടെ വലിയ മുന്നേറ്റമുണ്ടാവും. അപ്പം അതിൽ വിജയ സാധ്യത എന്ന് പറയുന്നത് ഞാൻ എന്തായാലും 1 ഡസനിലധികം സാധ്യത ഉണ്ട്. പക്ഷേ ജയിക്കുന്ന സീറ്റിൻ്റെ എണ്ണം ഞാൻ പറയാം, ഒരിക്കലും ഒരു നിരീക്ഷകൻ എന്നുള്ളത് നമുക്ക് എണ്ണം പറയുന്നത് ശരിയുമല്ല. പക്ഷേ സാധ്യത വളരെ കൂടുതലാണ്. നേരത്തെ നമ്മൾ 1, 2, 3 സീറ്റുകളായിരുന്നെങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ പോലും ഏതാണ്ട് 6 സീറ്റുകളിൽ വലിയ സാധ്യതയാണ് ഞാൻ പറഞ്ഞത്. 6 സീറ്റുകളിൽ വലിയ സാധ്യതയുണ്ട്. അപ്പോൾ ഞാനിത് പറയാൻ കാരണം ലോക്കൽ ബോഡി ഇലക്ഷനിലും BJPയുടെ വോട്ട് ഷെയർ ഈ മേഖലകളിൽ, ഇപ്പം നേമം പോലെയുള്ള മണ്ഡലങ്ങളിൽ, നേമത്തെ നമ്മൾ ഒരു തിരഞ്ഞെടുപ്പല്ല, ലോകസഭയിൽ രാജീവ് ചന്ദ്രശേഖരന് 61,200 വോട്ട് ലഭിക്കുകയുണ്ടായി. താമര ചിഹ്നത്തിലാണ്. അദ്ദേഹം കുറച്ചുകൂടി ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിച്ചിട്ടാണ് ഇപ്പം മത്സരിക്കുന്നത്. അപ്പോൾ അതേ ആളിന് ആ വോട്ട് ചെയ്തവർ എതിരായി കൊടുക്കണമെന്നില്ല. മറ്റൊന്ന്, ഈ പോളറൈസേഷനൊക്കെ അതിജീവിച്ചതാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത്. ലോക്കൽ ബോഡി ഇലക്ഷനിലും അവിടെ
BJPക്ക് 21-22 17-ലധികം സീറ്റിൽ അവർ വിജയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തരത്തിൽ നോക്കുമ്പോൾ സാധ്യതകൾ വളരെ വലുതാണ്. അത് വിജയ സാധ്യതയെക്കാളുപരി കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിലുണ്ടാക്കുന്ന സ്വാധീനം വളരെ വലുതായിരിക്കും. തീർച്ചയായും. പക്ഷേ ഒരു തിരഞ്ഞെടുപ്പിൽ നമുക്ക് രണ്ടുപേർക്കും അറിയാവുന്നതുപോലെ നമ്മൾ എപ്പോഴും വിജയമായി കാണുന്നത് സീറ്റ് വിജയിക്കുമ്പോഴാണ്. വോട്ട് ഷെയർ ഇൻക്രീസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പ്രധാനമാണ് വിജയിക്കുക എന്നത്. എത്ര സീറ്റ് വരെ? താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ 2016 BJP അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഒരു സീറ്റിൽ നേമത്ത് ഒ രാജഗോപാലിലൂടെ 2021 ആ സീറ്റ് പരാജയപ്പെടുകയും ചെയ്തു. എത്ര സീറ്റ് വരെ കിട്ടുന്നതാകും BJPയെ സംബന്ധിച്ച് ഒരു ഡീസൻറ്റ് പെർഫോമൻസ് എന്ന് പറയാനാകുക? വിജയിക്കുന്നത് പോലെ തന്നെ പ്രാധാന്യമാണ് രണ്ടാം സ്ഥാനത്ത് വരുന്നത്. കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, ഇപ്പം മഞ്ചേശ്വരം മണ്ഡലം ഒരു തെരഞ്ഞെടുപ്പിൽ 85 വോട്ടിനും തോറ്റുപോയി. ഒരു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് 850 വോട്ടിനാണ് പരാജയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഉണ്ടാകുന്ന ഫൈനലായിട്ട് വരുമ്പോൾ വോട്ടിൻ്റെ മാറ്റമുണ്ട്. അത്തരം ഒരു ടാക്ടിക്കൽ വോട്ടിങ്ങിലൂടെയാണ് BJPയെ പലപ്പോഴും പരാജയപ്പെടുത്തുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ അതുണ്ടാവില്ല. അങ്ങനെ ഉണ്ടാകുന്ന മണ്ഡലങ്ങൾക്ക് അല്ലെ അതിജീവിക്കുന്ന മറ്റ് പല മണ്ഡലങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് BJPക്ക് ഒരു സീറ്റ് ലഭിച്ചാൽ തന്നെ അതിന് വലിയൊരു മാറ്റമായിരിക്കും. പക്ഷേ അതിനേക്കാൾ ഉപരി BJPയുടെ വ്യാപ്തിയാണ്. നമ്മളിപ്പോൾ ഒരു 10-12 സീറ്റിൽ ഒതുങ്ങുന്ന പാർട്ടിയല്ല BJP. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണല്ലോ, നമ്മൾ ലോകസഭയിൽ തന്നെ 40-50 മണ്ഡലങ്ങളിലേക്ക് അതിൻ്റെ ശക്തി വ്യാപിച്ചിട്ടാണ്. അതിലാണ് ഞാനൊരു നിരീക്ഷകൻ എന്നുള്ളത് കാണുന്നത് ഒരു BJPയുടെ വ്യാപനമാണ്. വിജയം തീർച്ചയായിട്ടും ഒരു തിലകക്കുറി എന്നുള്ള കിരീടമാണ് വിജയം. പക്ഷേ വ്യാപനം വളരെ ഇമ്പോർട്ടൻ്റ്. അതായത് കൂടുതൽ ജില്ലകളിലേക്ക്, കൂടുതൽ മണ്ഡലങ്ങളിലേക്ക്, അത് 2-3 സ്ഥാനത്തല്ല, കെട്ടിവെച്ച പൈസ കിട്ടുന്ന അവസ്ഥയിൽ വരുന്ന BJPക്ക് ലാഭമാണ്. അപ്പോൾ അവിടെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ BJPയെ അവരെ പിന്തുണയ്ക്കുന്നവർ നോക്കിക്കാണുന്നത്. അതിൻ്റെ ഇമ്പാക്റ്റ് ഫാക്ടർ വിജയം മാത്രമല്ല, പക്ഷേ തീർച്ചയായിട്ടും ഒരു അനുഭാവിയെ സംബന്ധിച്ച് വിജയിക്കുന്നതാണ് ഒരു കിരീടം, നമ്മൾ ട്രോഫി ലഭിക്കുന്നത് പോലെ കാണുന്നു. പക്ഷെ അതിനേക്കാൾ ഒരു നമ്മുടെ സ്കോർ ബോർഡ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനതിനെ കാണുന്നത് ഹയസ്റ്റ് BJPയുടെ ചരിത്രത്തിലെ ഏറ്റവും ഹയസ്റ്റ് സ്കോർ ബോർഡായിരിക്കും. ഇടത് വലത് മുന്നണികളുടെ വോട്ട് ഷെയറിലേക്ക് BJP വലിയ കടന്നുകയറ്റം, ഒരു 3 ഡസൻ മണ്ഡലങ്ങളിലെങ്കിലും ആ തരത്തിലുള്ള ഒരു കടന്നുകയറ്റം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകും.